ഹലോ ഗൈസ്, ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഷൂസൊക്കെ ഇട്ട് കുട്ടപ്പനായിട്ട് ഇരിക്കുന്നത് ടാറ്റ പോകാനാന്ന് കരുതിയിട്ടാണ് നമ്മുടെ രുദ്രപ്പൻ ഇരിക്കുന്നത്. ഇങ്ങനെ സന്തോഷത്തിലിരിക്കുന്ന ആള് തിരിച്ചു വരുമ്പോ ഏത് കോലത്തിലായിരിക്കും എന്ന് ആലോചിച്ചിട്ടാണ് എന്റെ പേടി. ഇനി ഞങ്ങൾ എങ്ങോട്ടാ പോകുന്നതെന്ന് പറയാം. ഇന്ന് രുദ്രുവിന്റെ 9ാം മാസത്തിലെ കുത്തിവെപ്പാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. 3 മാസം വരെയുള്ള കുത്തിവെപ്പ് കഴിഞ്ഞാല് പിന്നെ 9ാം മാസം കംപ്ലീറ്റ് ആയിട്ട് 10ാം മാസത്തിലേക്ക് കടക്കുമ്പോഴാണ് അടുത്ത കുത്തിവെപ്പ് എടുക്കുന്നത്. ഇതുവരെ കഴിഞ്ഞ കുത്തിവെപ്പിലെല്ലാം അവൻ നല്ല ചെറുതായോണ്ട് അത്രയ്ക്കധികം പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ചെറിയൊരു പനിയൊക്കെ പനിച്ചു പോവും, ചെറിയ വാശി ഉണ്ടാവും, അത്ര തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷെ ഇപ്രാവശ്യം അങ്ങനെയല്ല, അവൻ നല്ല ആക്റ്റീവാണ്. കൈയും കാലൊക്കെ ഇട്ട് നന്നായി കളിക്കുന്ന ഒരു സമയമാണ്. അപ്പൊ എങ്ങനെ ഇരിക്കും എന്ന് ആലോചിച്ചിട്ട് എനിക്കൊരു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു. കുത്തി വയ്ക്കുമ്പോൾ ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെയായിരുന്നു. കൈയും കാലൊക്കെ ഇട്ട് നല്ല അടിയായിരുന്നു. അവർക്ക് കുത്താനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ 2-3 പേരൊക്കെ പിടിച്ചിട്ടാണ് കയ്യുമേയും കാലുമേയും ഒക്കെ കുത്തിയത്. ഇപ്രാവശ്യം 3 കുത്തലുണ്ടായിരുന്നു. 2 കയ്യുമേയും ഒരു തൊടയിലാണ് കുത്തിവെച്ചത്. പനി വരുമ്പോൾ കൊടുക്കാനായിട്ട് അവർ തന്നെ ഒരു മരുന്ന് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വന്നിട്ട് ആ മരുന്നൊക്കെ കഴിച്ച് ഫുഡ് കഴിച്ചിട്ട് ആള് നല്ലൊരു ഉറക്കുറങ്ങി. ഞങ്ങൾ വീട്ടിൽ ചെറിയൊരു കിണർ കുത്തുന്നുണ്ട്. അപ്പൊ അതിന്റെ പണി ഞങ്ങൾ വരുമ്പോ അവിടെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. മരുന്ന് കഴിച്ച് ഉറങ്ങിയതിന്റെ ഡോസിലാന്ന് തോന്നുന്നു മോൻ കുറച്ച് അധികം നേരം തന്നെ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവൻ എണീറ്റപ്പോ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കാലിനും കൈയിനൊന്നും അധികം വേദനയുള്ള പോലെ എനിക്ക് തോന്നിയില്ല. പിന്നെ അധികം പനിച്ചിട്ടും ഉണ്ടായിരുന്നില്ല. പിന്നെ അവനൊന്ന് ഉഷാറാക്കാനായിട്ട് കുറച്ചു നേരം ഞങ്ങൾ പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി നടന്നു. അത് അവന് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. അങ്ങനെ ഈ ഒരു കുത്തിവയ്പ്പ് ഇവിടെ കഴിഞ്ഞു. 6 മാസത്തേക്ക് ഇനി ഈ ഒരു പേടി വേണ്ട. 1 വയസ്സും 4 മാസം ഉള്ളപ്പോഴാണ് ഇനി അടുത്ത കുത്തിവയ്പ്പ്. അപ്പത്രയുള്ളൂ ഗൈസ്, ബൈ.